നോക്കുകുത്തിയായി പാലക്കാട് ഇൻഡോർ സ്റ്റേഡിയം. പാലക്കാട് ജില്ലയുടെ കായിക മുന്നേറ്റത്തിന് കുതിപ്പേകാൻ ലക്ഷ്യമിട്ട് പണികഴിപ്പിച്ച ഇൻഡോർ സ്റ്റേഡിയം 16 വർഷം കഴിഞ്ഞിട്ടും പ്രവർത്തനക്ഷമമാകാതെ നിലകൊള്ളുന്നു. ഇൻഡോർ സ്റ്റേഡിയം 14.5 കോടി വിനിയോഗിച്ചാണ് പണി ആരംഭിച്ചതെങ്കിലും ഫണ്ട് തികയാതെ പണി നിർത്തിവെക്കുകയായിരുന്നു. ഇനി ബലക്ഷയം പരിശോധിച്ച ശേഷമേ നിർമ്മാണം ആരംഭിക്കൂവെന്നാണ് കേരള സ്പോർട്സ് ഫൗണ്ടേഷൻ അധികൃതർ പറയുന്നത്. ജില്ലാ കളക്ടർക്കും ടിആർ അജയന്റ് സെക്രട്ടറിയുമായ സൊസൈറ്റിക്കുമാണ് സ്റ്റേഡിയത്തിന്റെ പരിപാലന ചുമതല. 2021 പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിന് സമീപം 2.44 ഏക്കറിൽ MP രാജേഷ് MPയുടെ 50 ലക്ഷവും രാജ്യസഭാ അംഗമായിരുന്ന KE ഇസ്മയിലിന്റെ 25 ലക്ഷവും ജില്ലയിലെ MLAമാർ ചേർന്ന് 65 ലക്ഷം രൂപയും അനുവദിച്ചാണ് പണി ആരംഭിച്ചത്. ജില്ലാ പഞ്ചായത്ത് 1 കോടി രൂപയും അനുവദിച്ചു. 60% പണി പൂർത്തിയായെങ്കിലും ഫണ്ടില്ലാത്തതിനാൽ നിർമ്മാണം മുടങ്ങുകയായിരുന്നു. ബാസ്കറ്റ്ബോൾ, വോളിബോൾ, ബാഡ്മിന്റൺ, ചെസ്, ബോട്ട് ടെന്നീസ്, കബഡി പരിശീലനവും ടൂർണമെന്റുകളും നടത്താനാണ് പദ്ധതി. 1200 പേർക്ക് ഒരേ സമയം കളി കാണാനുള്ള ഗ്യാലറിയും 3 നിലകളിലായി 40 കടമുറികളും കായിക താരങ്ങൾക്ക് പരിശീലനത്തിനായി 15 മുറികളും ഡോർമെറ്ററി, ഓഫീസ് തുടങ്ങിയ സൗകര്യങ്ങളോടെയായിരുന്നു പദ്ധതി വിഭാവനം ചെയ്തതെങ്കിലും ഇന്നും പാലക്കാട്ടുകാരുടെ ഇൻഡോർ സ്റ്റേഡിയം എന്നത് സ്വപ്നം മാത്രമായി അവശേഷിക്കുക തന്നെയാണ്. UTV ന്യൂസ്, പാലക്കാട്.